മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ നിരക്കിൽ പ്രതിഷേധം തുടരാനാണ് സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഇന്ന് നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കും. നിരക്ക് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം തുടരാനാണ് മുസ്ലിം സംഘടനകളുടെ തീരുമാനം. അഷ്കർ അലി വിശദാംശങ്ങളുമായി. അഷ്കർ, എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? നികേഷ്, കരിപ്പൂരിലെ അമിതമായ ഹജ്ജ് യാത്രയിൽ നിന്നുള്ള അമിത വിമാന നിരക്ക് ഈടാക്കുന്നതിന് നേരത്തെ തന്നെ പ്രതിഷേധം ശക്തമായിരുന്നു. ഇതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഇടപെടലുണ്ടാവുകയും 1,65,000 രൂപയിൽ നിന്നും 1,27,000 രൂപയായി നിരക്ക് പുതുക്കി നിശ്ചയിക്കുകയും ചെയ്തു. എയർ ഇന്ത്യ പുതുക്കിയ റീകോട്ടിംഗ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കരിപ്പൂരിലെ വിമാന നിരക്ക് ഉയർന്നു തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രതിഷേധം തുടരാൻ കാരണമാകുന്നത്. കണ്ണൂരും നെടുമ്പാശ്ശേരിയിൽ നിന്നും പോകുന്നവർക്ക് 85,000 രൂപ നിൽക്കുമ്പോൾ പുതുക്കിയ നിരക്ക് അനുസരിച്ച് പോലും കരിപ്പൂരിൽ നിന്ന് പോകുന്നവർ 1,27,000 രൂപ നൽകണം. അഥവാ 40,000-ലധികം രൂപ വീണ്ടും അധിക തുകയായി കരിപ്പൂരിൽ നിന്ന് പോകുന്നവർ മാത്രം നൽകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. ഇതിനെതിരെയാണ് ഇപ്പോഴും പ്രതിഷേധം തുടരുന്നത്. കണ്ണൂരിനും നെടുമ്പാശ്ശേരിക്കും സമാനമായ രീതിയിൽ കരിപ്പൂരിലെ നിരക്കും ഏകീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് തുടരുന്നത്. കഴിഞ്ഞ ദിവസം മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും അതുപോലെ തന്നെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് അതിൻ്റെ പിന്നാലെ തന്നെ കോൺഗ്രസും പ്രത്യക്ഷ സമരത്തിലേക്ക് എത്തുകയാണ്. മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് കരിപ്പൂർ എയർപോർട്ടിലേക്ക് നൈറ്റ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിരവധി പ്രവർത്തകരെ അണിനിരത്തി നൈറ്റ് മാർച്ച് നടത്തുമെന്നാണ് ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. പ്രതിഷേധം തുടരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. സമാനമായൊരു നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ മറ്റ് മുസ്ലിം സംഘടനകളും മുന്നോട്ട് വയ്ക്കുന്നത്. നിരക്ക് ഏകീകരിക്കുന്നത് വരെ, കണ്ണൂരിനും നെടുമ്പാശ്ശേരിക്കും സമാനമായ രീതിയിൽ കരിപ്പൂരിലെ നിരക്കും ഏകീകരിക്കുന്നത് വരെ, അത് തുല്യതപ്പെടുത്തുന്നത് വരെ സമരം തുടരും. ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ നിലപാട് അറിയിച്ചിരിക്കുന്നത്. 1,28,000 നിരക്ക് താഴ്ത്തിയിട്ടുണ്ട്, 1,60,000 നിന്ന്. പക്ഷേ കൊച്ചിയും കണ്ണൂരുമായിട്ട് താരതമ്യം ചെയ്താൽ അപ്പോഴും 40,000 രൂപ കൂടുതലാണ്. എന്തായാലും വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നു. മുസ്ലിം സംഘടനകൾ അത് വിട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.